What's up guys? Welcome to our channel. Hello friends, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒത്തിരി ഡിമാൻഡ് ചെയ്തൊരു ടോപ്പിക്കാണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്കകത്ത് ആ ബാക്കിൽ നിന്ന് വരുന്ന ഒരു ലോക്ക് ഉണ്ടല്ലോ, അതായത് ബാക്കിൽ ചെസ്റ്റിന് കുറുകെ വരുന്ന ഒരു ലോക്കാണ്. അപ്പോൾ guys, ആ ലോക്ക് എങ്ങനെയാണ് അയക്കുക എന്നുള്ള കുറേ ടിപ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു ടിപ്പ് മാത്രമല്ല, പല രീതിയിൽ നമുക്ക് ആ ലോക്ക് അയച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ അഴിക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്ത് പറഞ്ഞാലും അയ്യപ്പനും കോശിയും സിനിമയിലെ കോശി കുര്യൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും വരത്തില്ല. കാരണം ഞങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ആ ട്രിക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോയേക്കാം. നമ്മൾ ഇന്ന് അയക്കാൻ വേണ്ടി പോകുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ലോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകാൻ വേണ്ടി കാരണമാകുന്ന ഒരു ലോക്കാണ് ഇത്. കാരണം ഇവിടെ മുറുക്കിയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോധം വരെ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു തരം ലോക്കാണ് ഈ ലോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ലോക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നോർമലായിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് പിടിക്കുന്ന ആൾ ഒത്തിരി ടൈറ്റ് അല്ലാതെ കുറച്ച് നിങ്ങൾക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ഉണ്ടെങ്കിൽ അങ്ങനെ താഴത്തേക്ക് മേളിലേക്ക് അനങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി ലൂസായിട്ട് ഈ ലോക്കിടാം. ഇല്ലെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ മേളിലേക്ക് പിടിച്ചിട്ട് ഈ ലോക്കിടാം. അപ്പോൾ നമ്മളിവിടെ ലൂസായിട്ടാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് അഴിക്കേണ്ടതെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. ഈ ലോക്ക് ഇപ്പോൾ അത്യാവശ്യം ലൂസാണ്, കാരണം താഴത്തേക്ക് മാറാനുള്ള ഒരു ഇതുള്ളൂ, ഇങ്ങനെ താഴത്തേക്ക് കുനിയാനുള്ള ഒരു ചാൻസ് ഈ ലോക്കിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെ അഴിക്കാമെന്നാണ് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ രണ്ട് കൈ ഇപ്പോൾ താഴെ എത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് കൈ നിലത്ത് കുത്തിയിട്ട് എൻ്റെ കാല് ഉപയോഗിച്ച് ഇവിടെ ലോക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇയാളുടെ കാലിൽ ഇങ്ങനെ ലോക്ക് ഇടും. ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യേണ്ടത് ഈ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് കാണിച്ചു തരാം. കാരണം ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ നേരത്തെ ട്രയലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം അത്രയ്ക്ക് ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഡെമോ കാണിക്കുമ്പോൾ കാണിക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ രണ്ട് കൈയും നിങ്ങൾക്ക് ഈ പൊസിഷനകത്ത് നിങ്ങൾക്ക് താഴെ കുത്താൻ പറ്റണം. അങ്ങനെ താഴെ കുത്തിയതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് കാലും ഓപ്പോണൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു കാലിൽ നിങ്ങളുടെ രണ്ട് കാലും ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റണം. അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ടൈറ്റായിട്ട് ഇങ്ങനെ മേളിൽ പിടിച്ചേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യം കൊണ്ടും വേണമെങ്കിൽ ലോക്ക് ചെയ്തിട്ട് ഈ സെയിം ട്രിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലോക്ക് ഇട്ടേക്കുവാണ്. ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ട് കൈ നിലത്ത് കുത്തുക. എന്നിട്ട് പിന്നെ നമ്മൾ കയ്യിലായിരിക്കും നമ്മുടെ ഫുൾ സപ്പോർട്ട്. കൈ കുത്തിയ ശേഷം നമ്മൾ കാല് ഇതുണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാലിങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഓപ്പോണൻ്റ് ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് മറിച്ചിടുന്ന ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരു സീനും ഓർക്കണ്ട. വീഴുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് സംഭവിക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് അവിടെ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ മറിച്ചിടുന്നത്. നമ്മുടെ കൈയും കാലും എല്ലാം കൂടെ പോറും. നമ്മൾ ഇടുന്ന ആ ഒരു ഫോഴ്സിനനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ മുറുക്കിയാണ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ശരിക്കും നല്ല ഫോഴ്സിൽ തന്നെ വന്ന് വീണാൽ ചിലപ്പോൾ മുഖം കിഴിച്ച് ചിലപ്പോൾ വീഴും. റിയൽ ടൈമിൽ വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും വരുന്നത് നമുക്ക് പല ആംഗിളിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ റിയൽ ടൈമിൽ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ വേറൊരു ആംഗിളിലോട്ട് സെറ്റ് ചെയ്യുക, എന്നിട്ട് കാണിച്ചു തരാം. ബാക്കി ഈ ബിസിനസ് നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമുള്ള കാര്യമാണ്. 90% എനിക്ക് മതി, 10% ലാഭം നീ എടുത്തോ. നീയൊക്കെ ഈ തോർത്ത് വിരിച്ച് പരലിനെ പിടിച്ചിട്ടുണ്ടായിരിക്കും തോട്ടിലിറങ്ങി. പക്ഷെ അതുകൊണ്ട് നീ പോയി സ്രാവിനെ പിടിക്കാൻ നോക്കിയാ എന്നാ മോനെ നീ പിടിച്ചോളാ. ഇത്രയല്ലേ പറ്റൂ. അപ്പോൾ അടുത്ത് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് നമ്മളിപ്പോൾ പെരുമ്പാമ്പിൻ്റെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പാമ്പൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തല അത് അകത്തേക്കായിട്ട് വെച്ചേക്കും. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരുമ്പാമ്പിൻ്റെ ആ ബോഡി എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡിയാണ്. പക്ഷേ അതിൻ്റെ തല എന്ന് പറയുന്ന ആ പാർട്ട് എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആയിട്ടുള്ള, പെരുമ്പാമ്പിൻ്റെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പാർട്ടാണ് അതിൻ്റെ തല എന്ന് പറയുന്നത്. അപ്പോൾ കഴിച്ച് നമ്മൾ ഇവിടെ അത് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെരുമ്പാമ്പിൻ്റെ തലയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. നമ്മളിങ്ങനെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചേക്കുവാണ്.
ടൈറ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വളറബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിരലും അതുപോലെ ഈ കൈ വരുന്ന നമ്മുടെ കൈയുടെ പത്തി ഭാഗമാണ് ഏറ്റവും വളറബിൾ ആയിട്ടുള്ളത്. അത് പെരുമ്പാമ്പ് തല അകത്തേക്ക് വെക്കുന്നത് ആ തലയിൽ അറ്റാക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ പക്ഷേ നമ്മുടെ ഓരോ ഫ്ലൈറ്റിലും ഒരു വളറബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പുറകിൽ നിന്നുള്ള ലോക്കുകളിൽ ഏറ്റവും കൂടുതൽ വളറബിൾ ആയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൈപ്പത്തി ആയിരിക്കും. അപ്പോൾ കൈപ്പത്തി മനസ്സിലാവും. ഇതുണ്ടോ, കൈ രണ്ടും മേളിലോട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് നല്ല ഒപ്പോണൻ്റ് ആയിട്ടുള്ള ആൾക്ക് നല്ല പവറിൽ പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വിരലെല്ലാം നല്ല പുറത്തിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും വളറബിൾ ആയിട്ട് വരുന്നതും ഈ കൈപ്പത്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഈ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കൈപ്പത്തിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിനകത്ത് രണ്ട് പാർട്ടുകളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർ ആംസിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഈ ഏരിയയിൽ ഇവിടെ മസിൽസ് ഒന്നും ഇല്ലാത്ത ഭാഗമാണ് ഈ ഫോർ ആംസിൻ്റെ ഈ ഫ്രണ്ടിൽ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കൈപ്പത്തിയുടെ മുകൾ ഭാഗം ഇവിടെ എന്തെങ്കിലും പെയിനോ ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ കൈ അഴിച്ചെടുക്കും. കാരണം അതുപോലെ ഒരു നമ്മൾ ഒരുപാട് ഉപയോഗിക്കാത്ത ഒരു പോർഷനല്ലേ ഈ മേളുവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ശരിക്കും ഒന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാൾ പിടിച്ചേക്കുവാണെങ്കിലും എത്ര ബലത്തിൽ പിടിച്ചേക്കുവാണെങ്കിലും എങ്ങനെയാണെങ്കിലും കൈ ഒന്ന് ലൂസായി കിട്ടുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾ അടിക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നക്കിൾ ഈ ബെർലിൻ്റെ ഈ പാർട്ട് വെച്ചായിരിക്കണം നിങ്ങൾ അടിക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള അടി എന്ന് പറയുമ്പം ഈ ബെർലിൻ്റെ ഈ എല്ലാ നക്കിൾസും കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് കൈപ്പത്തി നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കണം. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൈ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് പിടിക്കും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് വേണം നിങ്ങൾ ഈ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിക്കാനായിട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചേക്കുവാണെന്ന് വെച്ചേക്കോ, പിടിച്ചേക്കുവാണെങ്കിൽ നമുക്ക് മുഷ്ടി വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇടിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിക്കുന്നത് തന്നെയാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഇടിക്കുമ്പോൾ ഇച്ചിരി പവറും കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇടിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഇത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ നക്കൽ പാർട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു പഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രഷർ പോയിന്റ് ആണ്. ആ പ്രഷർ പോയിന്റിൽ പഞ്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും വീഴും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം ടെക്നിക്കിൽ തന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ വിരലുകൾ ഇവിടെ വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന പാർട്ടാണ്. അപ്പോൾ വിരലുകളും നമുക്ക് മടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അതായത് ഇതുണ്ടോ, കൈ ഇങ്ങനെ അങ്ങ് പിടിക്കുക, വിരൽ നമുക്ക് കിട്ടും. ഏതെങ്കിലും ഒരു വിരൽ എടുക്കുക. നമുക്ക് കൈ അത്ര സ്ട്രോങ് ആയിട്ട് പിടിക്കുക, എത്ര സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആ വിരൽ നമ്മുടെ വിരലിനേക്കാളും ഒരു പവർ നമ്മുടെ എന്തുകൊണ്ടാലും കൈക്കുണ്ടാവും. ചില ആൾക്കാർക്ക് വിരലും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും അതിനാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പൊതുവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിരലുകളെല്ലാം താഴത്തോട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തമ്പായിരിക്കും ഒരു ഒറ്റപ്പെട്ട ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ തമ്പ് പൊക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ തമ്പ് പിടിക്കുക, ഒറ്റ പൊക്ക് വെക്കുക, അല്ല ഒടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിരലെടുക്കുക, അത് അറ്റാക്ക് ചെയ്യുക. ഇവൻ്റെ വളരെ മുറുക്ക പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മുറുക്ക പിടിക്കുമ്പോൾ എനിക്ക് അന്നേരം ഏത് രീതിയിലാണ് എനിക്ക് അഴിക്കാൻ എളുപ്പമുള്ളതെന്നുള്ള രീതിയിലായിരിക്കും ഞാൻ അഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് റിയൽ ടൈമിൽ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് റിയൽ ടൈമിൽ പോയിട്ട് എങ്ങനെ അഴിക്കേണ്ടത് നോക്കാം. ഗൈസ്, അപ്പോൾ റിയൽ ലൈഫിലോട്ട് പോവാണ്. ഇവിടെ എന്ത് സംഭവിക്കാം? ഓക്കെ, റിയൽ ടൈം ഫൈറ്റ് ലോഡിങ്. ഇതിന്റെ അട്ടപ്പാടിന്റെ ടെക്നിക്ക് നീ കഞ്ഞിക്കുഴി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കട്ടപ്പനയ്ക്ക് നീ പെട്ടിയിലേ പോകത്തുള്ളൂ. എനിക്ക് തോന്നാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞില്ല ഇവിടെ നല്ല ദണ്ടലുള്ള ആമ്പിള്ളേരുണ്ട്. ലാസ്റ്റത്തെ ടെക്നിക്ക് കാണിച്ചു തരാൻ പോകണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കാണിച്ചുന്ന ടെക്നിക്കുകൾ കൊണ്ടൊന്നും ഇപ്പോൾ ഒപ്പോണന്റ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റത്തെ ടെക്നിക്കാണ്. അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഓർത്തിരിക്കത്തില്ല ഫ്രണ്ട്സ്. കാരണം അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. പല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ മനസ്സിലൂടെ പിന്നെയും വീഡിയോ കണ്ട് മനസ്സിലൂടെ ഒന്ന് കയറ്റി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് നമുക്ക് തോന്നുള്ളൂ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ കാണിച്ചു തരുന്ന കുറേ ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നിങ്ങളുടേതായിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ആണ്. അപ്പോൾ ആ ടെക്നിക്ക് നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മുടെ ലാസ്റ്റത്തെ ടെക്നിക്കിലേക്ക് പോയേക്കാം. ലാസ്റ്റത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒരു വളരെ ഹാർഡായിട്ട് പിടിച്ചേക്കുക. നമുക്ക് താഴത്തേക്ക് കുനിയാനോ ഇല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ ഇടിക്കാനോ അങ്ങനെ ഒന്നും യാതൊരു രീതിയിലും പറ്റത്തില്ല. കയ്യിൽ എന്ത് പറഞ്ഞാലും ഇടിക്കാൻ പറ്റും. പക്ഷേ
നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നു, കുറച്ചും കൂടെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒപ്പോണന്റ് രണ്ടാമത് എഴുന്നേറ്റ് വരരുത്. ചെയ്യാൻ വേണ്ടിയിട്ട് അതെ മറ്റൊക്കെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇതാണ് എന്താ തട്ടിക്കൂട്ട്. നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ചിലപ്പോൾ ഓടാനേ പറ്റത്തുള്ളൂ, കാരണം ഇച്ചിരി സ്ട്രെങ്ത് ഉള്ള ആളാണ് പുറകേക്ക് ഓടാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നേരാളും ഓപ്പോണന്റിന്റെ നട്ടലൊടിഞ്ഞ് അവൻ ബാക്കിൽ കിടപ്പിലാവുന്ന കാര്യത്തിൽ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഹാർഡായിരിക്കും, കാരണം ഇത് നിങ്ങൾക്ക് ഒട്ടും രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഒപ്പോണന്റ് നിങ്ങളെ വിടാൻ യാതൊരു ഉദ്ദേശമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യുക. എന്ത് പറഞ്ഞാലും നമുക്ക് ആ ടെക്നിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് സ്ട്രെങ്തിന്റെ ആവശ്യമില്ല, ആർക്കാണെങ്കിലും ചെയ്യാൻ അത് നമ്മളിപ്പോൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നുമായിരിക്കും ചെയ്യാൻ പറ്റുമെന്നൊക്കെ, പക്ഷേ അത് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു ലോക്ക് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ എങ്ങനെയാണ് അഴിച്ചു തരുന്നത് നിങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. റിയൽ ടൈമിൽ എന്തായാലും ഇവനായിരിക്കും എന്നെ ലോക്ക് ഇടാൻ വേണ്ടി, അല്ല ഞാനായിരിക്കും ഇവൻ ലോക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെമോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവനെ ഇങ്ങനെ ലോക്ക് ഇട്ടു. ഫ്രണ്ട്സ്, ഇത് വളരെ ടൈറ്റാണ്. ഇത് എനിക്ക് താഴത്തേക്ക് കുനിയുമ്പോഴും ഇങ്ങനെ മുറുക്ക പിടിച്ചേക്കുവാണ്. അപ്പോൾ അതെനിക്ക് കുനിയാൻ പറ്റത്തില്ല. കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുനിയാൻ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ പ്രഷർ കൂടാനാണ് സാധ്യത. അതുപോലെ എന്നെ പൊക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കാനുള്ള പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുനിയാനൊന്നും സമയം കൊടുക്കുന്നില്ല. കൈയൊക്കെ നോക്കിയിട്ട് കൈക്കൊന്നും ഞാൻ പിടുത്തവും കൊടുക്കുന്നില്ലെന്ന് കരുതുക. അങ്ങനെ ആദ്യം പിടിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കുറേ ഫെയ്ഡ് ഔട്ട് ആയി പോകും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നിങ്ങൾ മാറുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ്, എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഞാനിപ്പോൾ മാറാൻ പോകുന്നുണ്ടോ. കാരണം എൻ്റെ കുറച്ചും കൂടെ പവർ സൈഡ് റൈറ്റ് സൈഡാണ്. എൻ്റെ ഒരു കാലെടുത്ത് ഓപ്പോണൻ്റെ കാലിൻ്റെ ബാക്കിൽ വയ്ക്കുക. ഇപ്പോൾ എൻ്റെ കാൽ ഓപ്പോണൻ്റെ കാലിൻ്റെ ബാക്കിലായി. ഇനി ഞാൻ പതുക്കെ കുനിയുക. ഇതുമല്ലോ, ഈ കാലിൽ രണ്ടും എടുക്കുക, ഇങ്ങനെ പൊക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ മനസ്സിലാവും. ഞാൻ ഇവൻ്റെ ഇവിടെ ബാക്കിൽ ഇപ്പോഴും പിടിവിട്ടിട്ടില്ല. ബാക്കിൽ ഞാൻ ഇപ്പോഴും പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബാക്കിലേക്ക് അടിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ബാക്കിലേക്ക് കുത്താം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് വെയിറ്റ് കുറവായതുകൊണ്ടും ഇവന് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടുമായിരിക്കും ഇങ്ങനെ പൊക്കാൻ പറ്റുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാക്കിൽ ശരിക്കും മുറുക്കെ പിടിച്ചേക്കുക. അപ്പോൾ ഒരു കൊച്ചൊക്കെ ഒക്കത്തിടുക്കിയിരിക്കുമ്പോൾ നമുക്ക് അറിയാറ് പോലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സപ്പോർട്ടൊക്കെ ആ കൊച്ചിങ്ങനെ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ പിടിച്ചേക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ അപ്പർ ബോഡിയുടെ പോർഷൻ ഫുള്ള് ഇങ്ങോട്ട്, ആ വെയിറ്റ് ഫുള്ള് ഇങ്ങോട്ട് വന്നേക്കാണ്. പിന്നെ കാല് മാത്രം എടുക്കാനുള്ള പവർ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ആ കാല് ജസ്റ്റ് നമ്മൾ തറയിൽ പറിക്കാനുള്ള ഒരു പവർ മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ കാലിങ്ങനെ പുറകിലേക്ക് ആക്കിയിട്ട് ഈ മൊമെൻറ്റം വന്നേക്കുന്നത് നിങ്ങളുടെ ഹിപ്പിലേക്കാണ്. ഇതിപ്പോൾ ഇവൻ എന്നെ എടുത്തു കഴിഞ്ഞാലും ഞാനാണ് ഇവനിപ്പോൾ ലോക്ക് എടുക്കുന്നതെങ്കിൽ ഇവന് എന്നെ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ലോക്ക് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ പവർ പോർഷനോട്ട് മാറി, എന്നിട്ട് ഒരു മൊമെൻ്റാണ്, പെട്ടെന്നുള്ള ഒരു മൊമെൻറ്റിൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് ഫോഴ്സ് കിട്ടും. ഉണ്ടോ, ഈ ഒരു മൊമെൻറ്റ് മതി നമുക്ക്. ഈ കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തല താഴെ പോയി അടിക്കും. അപ്പോൾ ഞാൻ മാക്സിമം കൈ വിടാതെ നോക്കും, ഇല്ലെങ്കിൽ കൈ നിലത്ത് കുത്താൻ. ഇപ്പോൾ കൈ വിട്ട് നിലത്തോട്ട് വീണാലും നമുക്ക് മുട്ട് കൈ വെച്ചിട്ടിങ്ങനെ ഇരുന്ന് കൊടുത്താൽ വേണ്ടി കൈ നിലത്തേക്ക് കുത്താൻ നോക്കുവാണെങ്കിൽ മറ്റേ ഓപ്പോണൻറ്റും കൂടെ കൈ അങ്ങ് നിലത്തേക്ക് കുത്തിക്കാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ കൈയുടെ ഒടിയും ഇവിടെ ഷോൾഡറിൻ്റെ അടുത്ത് ഡിസ്ലൊക്കേറ്റ് ആയി പോകും. അങ്ങനെ പല ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഈ ഫൈറ്റിൽ വരാൻ പോകുന്നത്. എന്ത് പറഞ്ഞാലും ഇതിൻ്റെ റിയൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡേഞ്ചർ ആയിരിക്കും. ഞങ്ങൾ നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലാണ്. അതെ, രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്, നല്ല വെയിലാണ്. ഇപ്പം രാവിലെ ഒരു 9 മണിയൊക്കെ കാണും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിയൽ ടൈം സിറ്റുവേഷനിലേക്ക് പോകാം. അപ്പോൾ റിയൽ ടൈമിലും കൂടെ നമ്മൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. റിയൽ ടൈമിൽ എന്തും നടക്കാം ഗൈസ്. ഇവിടെ ഒരു അടി വരെ സംഭവിച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങൾ വേറെ സ്കൂളിലോ അവിടെ അങ്ങനെയുള്ള സ്ഥലമൊക്കെ നിങ്ങളുടെ പുറത്തൊന്നും പോയി പബ്ലിക് പ്ലേസിലൊന്നും പോയി ചെയ്യരുത്. പോലീസ് ചിലപ്പോൾ പിടിക്കാം. അടിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ സെൽഫ് ഡിഫൻസ് ആണ്. ഇത് നമ്മൾ ഡിഫൻസിന് വേണ്ടി ചെയ്തത്. നമ്മളൊരാളെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് എങ്ങനെ രക്ഷപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അടി ഉണ്ടാക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടി കൊണ്ട് പോകത്തേ ഉള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞ കൈസ് ഇത് അടി ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല. നമ്മൾ ആരുടെ അടുത്തും നമ്മൾ യാതൊരു കാരണവശാലും അടി ഉണ്ടാക്കാൻ ചെല്ലത്തില്ല. മാക്സിമം ഒരു അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു മാറി കൊടുക്കാനേ നോക്കത്തുള്ളൂ. പക്ഷേ പൂരപ്പറമ്പിൽ കൂട്ടത്തിലുണ്ടാകുമ്പോൾ ഈ ടെക്നിക്ക് ഒന്നും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ട വേരുടെ പോവാണ്. ഒരാൾ നമ്മളൊരു ഒരാൾ വന്നിട്ട് നമ്മുടെ പേഴ്സ് അടിച്ച് മാറ്റാൻ കത്തി അയച്ച് പേടിപ്പിക്കാനൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ റിയൽ ടൈമിലേക്ക് പോയേക്കാം. റിയൽ ടൈം ഈസ് ഗോയിങ് ടു ബി ഹാർഡ്. ഞാനെന്ത് പറഞ്ഞാലും ഇപ്പോൾ അടി മേടിച്ച് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും, വേർത്ത് കുളിച്ച്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നം നമുക്ക് ഇവനത്തല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കട്ടെ. കൊല്ലാനാണെങ്കിലും ഇച്ചിരി റിസ്ക് ആണ്. നല്ല കൊള്ളുടെ റെസ്റ്റ് എടുക്കാം. അതെ, രണ്ട് കണക്കാം. കുറച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളും. നമുക്ക് റിയൽ ടൈമിലേക്ക് പോയേക്കാം. ഇനി ഡയലോഗൊന്നുമില്ല. നിനക്കിനി അവധി ഇല്ല, മനസ്സിലായോ? നിനക്കിനി അവധി ഇല്ല. എനിക്ക് അവധി തരാൻ നീ ആണോ പോലെ? നിനക്ക് അവധി തരാൻ ഞാൻ
ഓരോന്ന് മനസ്സിലാവണം അവർക്ക്. ഇതാണ് ഓരോന്ന് മനസ്സിലാവുക. ഞാൻ ആരാണ് എന്താണ് ശരിക്കും മനസ്സിലായി കാണുന്നത് അല്ലേ? വീട്ടിൽ പോളാം. ചുമ്മാ ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ടിപ്പ്. അതോടുകൂടി നമ്മുടെ ഈ ഡിഫൻസ് മെക്കാനിസംസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നിട്ടുണ്ട് ശരിയാത്തില്ല ഗൈസ്, കാരണം ഒരു കാക്ക അവിടെ നിന്ന് കരയുന്നുണ്ട്. ഞങ്ങൾ അതിനെ എറിഞ്ഞ് വന്നിട്ടേ പോകത്തുള്ളൂ. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ ഗൈസ്. നമ്മൾ കാക്കയൊന്നും കൊല്ലരുത്, കാരണം കാക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കനെ ഞങ്ങളെ സ്നേഹിക്കും. കാക്കണം സ്വാതന്ത്ര്യം. നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചപ്പ് ചവറുകളൊക്കെ വൃത്തിയാക്കുന്നത് കാക്കയെ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? അതെ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. കുഞ്ഞിനെ തീറ്റ കൊടുക്കാതെ കുഞ്ഞ് കിടന്ന് കരയില്ലേ? കുഞ്ഞിനെ നീ തരുമോ? കുഞ്ഞിനെ കൈ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ കൈയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഈ വീഡിയോ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൈയൊക്കെ പോയി. കാരണം ഇങ്ങനെ മറിഞ്ഞടിച്ച് വീഴാനൊക്കെ ശ്രമിക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ നമ്മൾ ഈ മണലിലൊക്കെ ചെന്ന് കിടന്ന് ഉറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ കല്ലിലൊക്കെ ചെന്ന് തലയിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊന്നും അതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കരുത്. ഞങ്ങൾ ഇവിടെ മൊത്തം സേഫ് ആക്കിയിട്ട് കല്ലൊക്കെ എടുത്ത് പറക്കി മാറ്റിയിട്ടൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡെഫിനറ്റ് ആയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയുക. അതുപോലെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ ഷർട്ട് ഊരിയത് ഭയങ്കര ചൂടായതുകൊണ്ടാണ്. ഇവിടെ ഞങ്ങളിത് ഷൂട്ടിങ്ങിനിടയ്ക്ക് വലിച്ചൂരി മോത്തെറിയാനുള്ള പരിപാടിയൊക്കെ ഇതുവരെ ആ സംഭവങ്ങളൊന്നും നടന്നില്ല. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് പോകരുത്. മാത്രമല്ല നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ പ്രൊഫഷണൽ ബോക്സേഴ്സ് ഒക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത് കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നമ്മൾ ഇതൊരു കമ്മ്യൂണിറ്റി ആകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എന്ത് അഭിപ്രായങ്ങൾ വേണമെങ്കിലും പറയാവുന്നതാണ്. നമ്മൾ ഇപ്പം ഒരുപാട് നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കിട്ടാറുണ്ട്. അതുപോലെ അതിൻ്റെ ഇരട്ടി പോസിറ്റീവ് കമന്റ്സും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ടൊരു കമന്റ് ഇടുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ കൂടുകയാണ്. എന്ത് പറഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് മറ്റൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മച്ചന്മാർക്കും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും ഗുഡ് ബൈ ഗൈസ്. വേറെ കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്.